എൻ്റെ പൊന്നോ, കുറേ നാളത്തേക്ക് സത്യം പറഞ്ഞാൽ ചൂടെടുത്ത് ചാകുമായിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ നോക്കിയാൽ പുറത്ത് മഴ കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പം നമ്മുടെ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ. എന്നിരുന്നാൽ തന്നെ നമുക്ക് അതും പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. സോ എന്താണെങ്കിലും മഴയുടെയൊക്കെ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അത് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞേക്കാം. സോ എല്ലാ കൂട്ടുകാർക്കും എക്സ് എൻ്റർടൈൻമെൻറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരികൃഷ്ണൻ. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോണേ ഈ ആഴ്ച നമുക്ക് ഹോളിവുഡ് നമുക്ക് ലഭിച്ചിട്ടുള്ള ന്യൂസ്, അപ്ഡേറ്റ്സ്, ലീക്സ് കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളതിൻ്റെ ഒരു റൗണ്ട് അപ്പ് ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോണേ. അപ്പോൾ ലാഗ് അടിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ആദ്യം തന്നെ നമുക്ക് സോണിയുടെ കുറേ ലീലാവിലാസങ്ങളിലേക്ക് തന്നെ നമുക്ക് കിടക്കാം. മറ്റൊന്നുമല്ല, അടുത്തിടെ ലാസ്റ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന സിനിമ തന്നെയായിരുന്നു മാഡം വെബ്. ആൻഡ് നെറ്റ്ഫ്ലിക്സ് ഇപ്പോൾ പറയുന്നത് US ടോപ്പ് 10 വാച്ച് ലിസ്റ്റിൽ വന്നിട്ടുള്ള രണ്ടാമത്തെ സിനിമയാണ് മാഡം വെബ് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഇവന്മാരൊക്കെ എന്താണ് കാണുന്നത്? അതിനകത്ത് ഒത്തിരിയധികം പ്രേക്ഷകർ പറയുന്നു വിചാരിച്ചത്ര മോശമല്ല സിനിമ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള. മിക്കവാറും മോർബിയസ് അവർ റിലീസ് ചെയ്ത പോലെ തന്നെ മാഡം വെബും അടുത്തന്നെ നമുക്ക് തിയേറ്ററിൽ കാണാൻ കഴിയുമെന്നാണ് ഇപ്പം സോണിയുടെ ഭാഗത്ത് നമ്മൾ നോക്കിയാൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. മോസ്റ്റ്ലി ആൾക്കാർ സിനിമ കാണാൻ പോയിട്ടുണ്ടായിരുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സ്പൈഡർമാനെ അവിടെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാൻ കഴിയുള്ളൂ എന്ന് വിചാരിച്ചാണ് അത്യാവശ്യം ആൾക്കാരെങ്കിലും ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനും അതിലൊരു ഭാഗം തന്നെയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? ഇനി വേറെ കുറേ കാര്യങ്ങൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സോണിയുടെ ഭാഗത്തുനിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ക്രേവൻ ദ ഹണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ നമുക്ക് അറിയാവുന്ന തന്നെയാണ്. അത് കുറച്ചും കൂടി കൂടുതൽ ഡിലേയിലേക്ക് ഇപ്പോൾ സിനിമ പോകുന്നു എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. റീസൺ ആണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം എന്ന് പറഞ്ഞാൽ വിചാരിച്ചിട്ടുണ്ടായിരുന്ന റിലീസ് ഡേറ്റ് വേറെ പല R-rated സിനിമ വന്നിട്ട് ഇതിൻ്റെ കളക്ഷൻ കുറഞ്ഞു പോകുന്നുള്ളൊരു കൺസേൺ സോണിക്കുള്ളത് കൊണ്ട് മാത്രമാണ് അവർ വീണ്ടും സിനിമ ഡിലേ ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇതിനേക്കാൾ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടിട്ട് നിങ്ങൾ വെറുത്തു പോകും. അതായത് സോണിക്ക് ക്രേവൻ ദ ഹണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ വരാനിരിക്കുന്ന ഓസ്കറിൽ ബെസ്റ്റ് പിക്ചറിന് നോമിനിക്ക് വേണ്ടി സെൻഡ് ചെയ്യാൻ വേണ്ടി തന്നെ അവർ വെയിറ്റ് ചെയ്തിരിക്കുമെന്നാണ് നമുക്ക് സോണിയുടെ ഭാഗത്തുനിന്നും കൊളംബിയൻ പിക്ചേഴ്സിൻ്റെ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നോ കമൻസ്. ബെസ്റ്റ് പിക്ചർ ക്രേവന് തന്നെ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നേരെ നമ്മുടെ MCUലേക്ക് നോക്കിക്കഴിഞ്ഞാൽ യെസ്, നമുക്ക് MCUവിൻ്റെ ഒരു സീരീസിന് അത് സീസൺ 2 അവർ റിന്യൂ ചെയ്തേക്കുക തന്നെയാണ്. നമ്മൾ വിചാരിച്ചിട്ടുള്ള സീരീസുകളൊന്നുമല്ല. എന്താണ് ഷീഹൽക്കൊന്നുമല്ല, ഹോക്കയുടെ സീസൺ 2 അവർ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കും എന്തിന് ഹോക്കൈ അവർ സീസൺ 2 റിന്യൂ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഡാർക്ക് അവഞ്ചേഴ്സ് അതേപോലത്തെ പല കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യാനുണ്ട്. ആൻഡ് അതുകൂടാതെ തന്നെ ഇതിനകത്ത് നമ്മൾ ഇതുവരെയും കാണാത്ത മാർവലിൻ്റെ ക്യാരക്ടറായിട്ടുള്ള ട്രിക്സ് ഷോട്ടിനെയും അവരെന്താണെങ്കിലും കാണിച്ചു തരുമെന്നാണ് നമുക്കിപ്പോൾ ഏകദേശം റൂമേഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ ഹോക്കയുടെ സീസൺ 2 വേണ്ടി നിങ്ങൾ എക്സൈറ്റഡ് ആണോ ഇല്ലയോ എന്നുള്ള കമൻറ്റ് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇനി നമുക്ക് വേറെ ചില അപ്ഡേറ്റ്സ് നമുക്ക് ദ ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ സിനിമയെക്കുറിച്ച് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും കൂടുതൽ നമുക്ക് ലേറ്റസ്റ്റ് കിട്ടിയിട്ടുള്ള അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ നതാഷ ലിയോൺ ആയിരിക്കും ദ തിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർവൽ ക്യാരക്ടറിൻ്റെ ബ്ലൈൻഡ് ആയിട്ടുള്ള ഗേൾ ഫ്രണ്ട് ക്യാരക്ടറിനെ ചെയ്യാൻ പോണേ എന്നുള്ളൊരു കാര്യമാണ് നമുക്കിപ്പോൾ ഏകദേശം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ആൻഡ് അതുകൂടാതെ തന്നെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി തന്നെ അവർ ഗലാക്ടസിൻ്റെ റോളിനെ ചെറിയ രീതിയിൽ വ്യത്യസ്തപ്പെടുത്തുന്നു എന്നുള്ള കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം കോമിക്സിലേക്ക് ഗലാക്ടസ് ആണ് സത്യം പറഞ്ഞാൽ ഓരോ പ്ലാനറ്റ്സ് പോയിട്ട് കൺസ്യൂം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ ഒരു സിനിമയിൽ അതായിരിക്കില്ല ഗലാക്ടസിൻ്റെ മോട്ടീവ്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഗലാക്ടസ് വേറെ ഏതൊരു ആളെ തേടി പോകുന്നതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് തന്നെ. ആൻഡ് ഇനി നമ്മൾ നേരെ X-Men 97 പോയാൽ എനിക്കറിയാം നമ്മൾ റിവ്യൂ ചെയ്തില്ലായിരുന്നു, കാരണം ഞാനത് കണ്ടു തീർത്തിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ റിവ്യൂ നിങ്ങൾക്ക് ലഭിക്കാത്തത്. അടുത്ത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണ്. ആൻഡ് സീസൺ 1 കിഡിലനായിട്ടാണ് എൻഡ് ചെയ്തതെന്നാണ് എനിക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെ. സീസൺ 2 സത്യം പറഞ്ഞാൽ പോസ്റ്റ് പ്രൊഡക്ഷനിൽ തന്നെ നിൽക്കുക തന്നെയാണ്. പക്ഷേ സീസൺ 3 റൈറ്റേഴ്സിനെ അവർ ആക്ച്വലി ഇപ്പോൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. കാരണം സീസൺ 1 കിടിലൻ തന്നെയാണ്, സീസൺ 2 നമുക്ക് എന്താണ് അടുത്ത് തന്നെ നമുക്ക് ലഭിക്കുന്നത് തന്നെയാണ്. സോ സീസൺ 3 വേണ്ടിയിട്ടുള്ള നല്ലൊരു റൈറ്ററിനെ കിട്ടട്ടെ നമുക്ക് എന്താണെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഓരോ മാർവൽ ഫാൻസും കുറേ കാലങ്ങളായിട്ട് കേൾക്കാൻ തുടങ്ങിയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. മാർവൽ ഒഫീഷ്യലായിട്ട് നോവയുടെ സിനിമ അവർ കൊണ്ടുവരും, ഇന്ന് വരും, നാളെ വരും, മറ്റന്നാൾ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അറിവുമില്ലാതിരിക്കുക തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഒരു അപ്ഡേറ്റ് ആ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് എന്ന് പറഞ്ഞാൽ നോവയുടെ സിനിമയായിരിക്കില്ല, നോവ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ഒരു സീരീസാണ് അവർ പ്ലാൻ ചെയ്യണമെന്നുള്ളൊരു കാര്യമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ഇനി നമുക്ക് നേരെ നമ്മുടെ ജോൺ വിക്കിലേക്ക് തന്നെ പോകാം. നമുക്കറിയാം ജോൺ വിക്ക് എന്ന് പറയുന്നത് ലയൺസ് ഗേറ്റിൻ്റെ തന്നെ അവർക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഫ്രാഞ്ചൈസി തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ കുറേ ഭാഗത്തുള്ള സ്പിൻ ഓഫുകളെല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് പറയുമ്പോൾ തന്നെ എടുത്ത് പറയേണ്ടത് ഡോണി എന്നിൻ്റെ ക്യാരക്ടർ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. കെയ്ൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ലാസ്റ്റ് ചാപ്റ്ററിനകത്ത് നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയായിരുന്നു. ആൻഡ് ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു സെപ്പറേറ്റ് സ്പിൻ ഓഫ് ആയിട്ടുള്ളൊരു സിനിമ അവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഉദ്ദേശിക്കുക എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള. ഈ ഒരു വേൾഡ് ഓഫ് അസാസിനേഷൻ എല്ലാം നമുക്ക് അതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന
ഒരു എലമെൻറ്റും കൂടി തന്നെയാണ്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ ആക്ച്വലി ജോൺ വിക്കിൻ്റെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ എക്സൈറ്റഡ് ആണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. സോ HBO Maxിൽ കൂടി തന്നെ ഈ അടുത്തിടയ്ക്കകത്ത് ഇറങ്ങിയിട്ട് ഭയങ്കര ഹിറ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു ഗെയിമിൻ്റെ അഡാപ്റ്റേഷൻ ആയിട്ടുള്ള ഒരു സീരീസ് തന്നെയായിരുന്നു ലാസ്റ്റ് ഓഫ് അസ്. നിങ്ങൾ കണ്ടില്ലെങ്കിൽ നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇവിടെ എവിടെയെങ്കിലും മെൻഷൻ ചെയ്തേക്കാം, കണ്ടു നോക്കാവുന്ന തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് ഓഫ് അസിൻ്റെ സീസൺ 2ലേക്കുള്ള പ്രീ പ്രൊഡക്ഷനും പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുക തന്നെയാണ്. അവർ ഉദ്ദേശിക്കുന്ന ആ ഒരു എന്നാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാൻ പോണതെന്ന് വെച്ചാൽ 2025 ഇയർലി ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്നാണ് നമുക്കിപ്പോൾ അവരുടെ ഭാഗത്ത് നമുക്കൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെ. ആൻഡ് അത് പറയുമ്പോൾ തന്നെ നമ്മൾ ഇനി അടുത്ത നോക്കേണ്ട ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഫ്രാഞ്ചൈസ് തന്നെയാണ്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഫ്രാഞ്ചൈസിലെ ലാസ്റ്റ് സിനിമ വലിയൊരു ക്ലിഫ് ഹാങ്ങറിൽ കൊണ്ടുവച്ചാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ള ഇനി പുതിയ വരാൻ പോണ സീക്വല് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള സിനിമ പോലെയൊന്നും ആയിരിക്കില്ല. ആദ്യത്തെ സിനിമ പോലെ പഴയ പോലെ ട്രഡീഷണലായിട്ട് കാർ റേസിങ്ങും കാര്യങ്ങളും അല്ലാതെ ഈ പറഞ്ഞ ഫിസിക്സിനെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള സ്റ്റണ്ടൊന്നും കാണിക്കാതെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ളൊരു സിനിമയായിരിക്കും എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ഞാനിപ്പോൾ ആലോചിക്കുകയാണ്, ലാസ്റ്റ് സിനിമയ്ക്ക് അത് ഡാമിൻ്റെ പൊക്കത്തുനിന്ന് കാറൊക്കെ ഓടിച്ച് താഴത്തേക്കൊക്കെ വരുന്നതൊക്കെ കണ്ടായിരുന്നു. ഇനി അവർ എന്ത് ഗ്രൗണ്ടഡ് ആയിട്ടാണ് അവർ ഈ സിനിമ കാണിക്കാൻ പോകണമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. അത് അങ്ങനെ അത് പറയുമ്പോൾ തന്നെ എടുത്ത് പറയേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഫേവറേറ്റ് ഫ്രാഞ്ചൈസ് ആയിട്ടുണ്ടായിരുന്ന പൈററ്റ്സ് ഓഫ് കരീബിനെ കുറിച്ച് നമുക്കൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഫ്രാഞ്ചൈസിയിൽ നമുക്ക് 2 സിനിമയായിരിക്കും നമുക്ക് ലഭിക്കാൻ പോകുന്നത് തന്നെ. ആൻഡ് ആദ്യം നമുക്ക് ലഭിക്കാൻ പോകുന്ന ഒരു സ്പിൻ ഓഫ് ആയിരിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ആൻഡ് രണ്ടാമത് നമുക്ക് ലഭിക്കാൻ പോകുന്ന ഈ ഒരു ഫ്രാഞ്ചൈസിയുടെ മൊത്തത്തോടെയുള്ളൊരു റീബൂട്ടായിരിക്കും. സ്പിൻ ഓഫ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു എറയിൽ നമുക്കൊരു സ്പിൻ ഓഫ് കിട്ടിയെങ്കിൽ അത് നല്ല കാര്യമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ റീബൂട്ട് ഞാൻ നേരത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജോണി ഡെപ്പിനെ അവർ റീപ്ലേസ് ചെയ്തിട്ടൊരു പെണ്ണായിരിക്കും ജാക്ക് സ്പാരോയുടെ ക്യാരക്ടറിനെ ചെയ്യാൻ പോകണം എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ നമുക്ക് എപ്പോഴും ആ ഒരു ഫ്രാഞ്ചൈസി ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ വരുന്നത് ജോണി ഡെപ്പ് അല്ലാതെ വേറെ ആർക്കും ആ ഒരു ജാക്ക് സ്പാരോ എന്നുള്ളൊരു ക്യാരക്ടറിനെ ആലോചിക്കാൻ പോലും പറ്റില്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. നമുക്ക് കണ്ടറിയാം എന്തായിരിക്കും അവർ ഈ ഉദ്ദേശിക്കുന്ന സ്പിൻ ഓഫും റീബൂട്ടും കൊണ്ട് നമുക്ക് ലഭിക്കാൻ പോകണം എന്നുള്ളൊരു കാര്യം തന്നെ. സോ അതുപോലെ തന്നെ റീസെന്റ് ബെൻഡിക് കംബർബാച്ചിനോട് ഒരു ഫാൻ ചെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇനി എപ്പോഴായിരിക്കും നമുക്ക് ഡോക്ടർ സ്ട്രേഞ്ച് ക്യാരക്ടറിനെ MCUവിൽ കാണാൻ സാധിക്കുന്നത് എന്നുള്ളൊരു കാര്യം തന്നെ. ആൻഡ് അതിനുള്ള ഒരേ ഒരു ഉത്തരം മാത്രമേ ബെൻഡിക്ക് ആക്ച്വലി കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്കറിയില്ല, എന്നോട് ചോദിക്കുന്നത് ചിലപ്പോൾ വരില്ലായിരിക്കും, വരാം, അങ്ങനെയൊക്കെ പറയുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. റീസെന്റ് എംപയർ മാഗസിൻ്റെ ഇന്റർവ്യൂവിനകത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിയാൻ റെനോൾഡ്സും അതുകൂടാതെ തന്നെ ഹ്യൂ ജാക്മാനും ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരോട് എപ്പോഴാണ് ഇനി ഡെഡ്പൂളിനെയും വൂൾവറിനെയും ഈ പറയുന്ന അവഞ്ചേഴ്സ് സീക്രട്ട് വാസിൽ കാണാൻ കഴിയുന്നത് എന്നുള്ള കാര്യം ചോദിച്ചപ്പോഴും അവരും ഏകദേശം ഇതേപോലത്തെ ഒരു ആൻസർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളത് തന്നെ. സോ മേ ബി ഇവരിത് ഹിൻഡ് ചെയ്യുന്നത് ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ളൊരു 3ാം ഭാഗം ഡോക്ടർ സ്ട്രേഞ്ച് 3 നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്കിപ്പോൾ റൂമേഴ്സിൻ്റെ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ. സോ ഇനി നമുക്ക് നേരെ നമ്മുടെ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിന്റെ സെഗ്മെന്റിലേക്ക് തന്നെ നമുക്ക് കടക്കാം. അതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്, നമുക്ക് ഒഫീഷ്യലായിട്ട് ഇതിൻ്റെ ഒരു ഫൈനൽ റൺ ടൈം നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. 2 മണിക്കൂർ 7 മിനിറ്റ് ആയിരിക്കും, ഇൻക്ലൂഡിങ് ഓൾ ദ ക്രെഡിറ്റ്സ് എന്നുള്ളൊരു കാര്യമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. DP3യുടെ പുതിയ റൺ ടൈം എന്നുള്ളൊരു കാര്യം തന്നെ. ആൻഡ് ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഏതൊരു ഡെഡ്പൂൾ ഫിലിംസിനേക്കാളും വലിയൊരു സിനിമയും കൂടിയാണ്. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഫാക്ടർ കൂടിയാണ്. ആൻഡ് അതുപോലെ തന്നെ വേറെ പല റൂമേഴ്സ് നമ്മൾ കമിയോസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എസ്പെഷ്യലി നമ്മൾ കേട്ടിട്ടുള്ളൊരു കമിയുടെ ഒരു റൂമർ തന്നെയായിരുന്നു, ടൈലർ സ്വിഫ്റ്റ് ലേഡി ഡെഡ്പൂളിൻ്റെ ക്യാരക്ടറിനെ ചെയ്യാൻ വേണ്ടി വരുമെന്നുള്ളൊരു കാര്യം തന്നെ. അതിന് ശേഷം നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഡാസ്ലറിൻ്റെ ക്യാരക്ടറാണ് പുള്ളിക്കാരി പ്ലേ ചെയ്യണമെന്നെല്ലാം തന്നെ. ആൻഡ് ഇതിനോടുള്ള ഈ ഒരു ക്വസ്റ്റ്യൻസ് അതേപോലെ റിയാൻ റെനോൾഡ്സിനോടും ചില ഫാൻസ് ചോദിച്ചപ്പോഴും പുള്ളിക്കാരൻ പറഞ്ഞത് എനിക്കറിയില്ലെന്ന് തന്നെയാണ്. അല്ലാതെ പിന്നെ പുള്ളിക്കാരൻ പോയി വന്ന് പറഞ്ഞു തരാനൊന്നും പോകുന്നില്ലല്ലോ, ഇന്ന ക്യാരക്ടർ ഈ സിനിമയ്ക്കകത്തുണ്ടെന്നുള്ളൊരു കാര്യം. അതൊക്കെ നമ്മൾ കണ്ടു മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ അത് എന്തായാലും ഇത് മാത്രമല്ല, വേറെ കുറേ കമിയോസ് നമുക്ക് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നത് തന്നെയാണ്. സോ അതുകൂടാതെ തന്നെ റീസെന്റ് ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ സിനിമയുടെ ടെസ്റ്റ് സ്ക്രീനിങ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് തന്നെയാണ്. ആൻഡ് അതിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് എല്ലാവരുടെയും ഭാഗത്തുനിന്നൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു റിപ്ലൈ തന്നെയാണ്. അന്ന് പറഞ്ഞ് ഇതെല്ലാവരും വിശ്വസിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളൊരു പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് തന്നെയാണ്. ആൻഡ് അടുത്തിടയ്ക്ക് ടിക്കറ്റ് സെയിൽ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് ഓരോ റെക്കോർഡ് ഇപ്പോൾ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്. ഏറ്റവും കൂടുതൽ ടിക്കറ്റ് സെയിൽ ചെയ്തതിൻ്റെ തന്നെ. നിങ്ങൾ ടിക്കറ്റ് എടുത്തായിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. ഞാനും നിങ്ങൾ ഓരോരുത്തരെയും പോലെ തന്നെ എക്സൈറ്റഡ് തന്നെയാണ് സിനിമ കാണാൻ വേണ്ടി തന്നെ. ഇനി നമുക്ക് സ്പൈഡർമാൻ 4നെ കുറിച്ച് തന്നെ നമുക്ക് സംസാരിക്കാം. യെസ്, സോണി മാർവലും കൂടി വേറെ പല കാര്യങ്ങൾ കുക്ക് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടിട്ടുള്ളത് തന്നെയായിരുന്നു. അതായത് ഇനി വരാൻ പോണ സിനിമ ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ടുള്ളൊരു സിനിമ തന്നെയായിരിക്കും. പക്ഷേ അതിൻ്റെ ഇടയിൽ സോണി വന്നിട്ട് പറയുന്നു, ഇല്ല ഞങ്ങൾക്ക് നോവേ ഹോമിനേക്കാളും വലിയ സിനിമ വേണമെന്നുള്ള പല രീതിയിലുള്ള പോരിഞ്ഞടി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഫൈനലി വേറെ കുറച്ച് കൺഫർമേഷൻ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ
ടോം ഹാർഡിയുടെ വെനം ചെറിയൊരു കുറച്ച് സിംബിയോട്ടിനെ MCUവിൽ കൊണ്ടുവന്ന് ഇട്ടിട്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയായിരുന്നു. ആൻഡ് അതേ സിംബിയോട്ട് ടോം ഹോളന്റെ സ്പൈഡർമാൻ ആയിട്ട് മെർജ് ആവും സ്പൈഡർമാൻ 4 സിനിമയിൽ എന്നുള്ളൊരു കാര്യമാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു ഹ്യൂജ് ന്യൂസ് തന്നെ പറയാൻ പറ്റുന്ന ഒരു സംഭവം തന്നെ. അതായത് തന്നെ സ്പൈഡർമാൻ 4-നകത്ത് അത് ഗ്രൗണ്ടഡ് ആയിട്ടുള്ളൊരു സിനിമ ആയിരിക്കില്ലെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് അതുകൂടാതെ തന്നെ നോവേ ഹോമിന് ശേഷം 1 വർഷം കഴിഞ്ഞിട്ടുള്ള ഇവൻറ്റ്സ് ആയിരിക്കും നമുക്ക് ഈ ഒരു സിനിമയിൽ കൂടി കാണാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം അവരിപ്പോൾ ഏകദേശം കൺഫേം ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ആൻഡ് സ്പൈഡർമാന് ഫസ്റ്റ് ആയിട്ട് ബ്ലാക്ക് സ്യൂട്ട് നമുക്ക് ഒഫീഷ്യലി മാർവലിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സിനിമയും കൂടി തന്നെയായിരിക്കും നോവേ ഹോം എന്നുള്ളൊരു കാര്യം സോണിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ഏകദേശം ഒരു കൺഫർമേഷൻ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആൻഡ് വെനം മാത്രമായിരിക്കില്ല, വെനത്തിൻ്റെ കൂടെ തന്നെ ഞാൻ ഒബ്വിയസ്ലി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് തന്നെയായിരുന്നു. അതായത് കിൻ, പിന്നെ ഹാമർ ഹെഡ്, ബ്ലാക്ക് ക്യാറ്റ്, പിന്നെ ഒബ്വിയസ്ലി വെനം ഈ പറഞ്ഞ ക്യാരക്ടേഴ്സിനെയൊക്കെ അവർ ഈ ഒരു പുതിയ സിനിമയിൽ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെയാണ്. സോ ഞാൻ എക്സൈറ്റഡ് തന്നെയാണ്. പക്ഷെ എന്നാലും ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ ഓക്കെ, കാര്യങ്ങളൊക്കെ ശരി. അപ്പോൾ ടോം ഹാർഡിയുടെ വെനത്തിൻ്റെ സ്പൈഡർമാൻ ആരാണ്? വെനം 3യുടെ ഷൂട്ടിംഗ് ഒക്കെ അവരെന്താണെങ്കിൽ അടുത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെയാണ്. പക്ഷെ ഒരു സ്പൈഡർമാനെ പോലും കിട്ടാതെ ആ ആൻഡ്രോയുടെ വെറുതെ ഇരിക്കും. പുള്ളിക്കാരൻ ഒരു ഏലിയനെങ്കിലും കൊടുക്കുന്നത് മാത്രമേ എനിക്ക് പറയുള്ളൂ. അമേസിംഗ് സ്പൈഡർമാൻ 3 കമോൺ, മേക്ക് സോണി മേക്ക്. സോ ഇതെല്ലാം തന്നെയാണ് നമുക്ക് ഈ ആഴ്ചയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഹോളിവുഡിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള ന്യൂസ്, അപ്ഡേറ്റ്സ്, കാര്യങ്ങളെല്ലാം തന്നെ. സോ നിങ്ങളുടെ ഫേവറേറ്റ് ന്യൂസ് ഏതാണ്? നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ തന്നെയാണ്. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം. സീ ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.